കയറ്റൊക്കെ കയറി കുറച്ച് ക്ഷീണിച്ച് ഞാൻ കുട്ടീനെ എടുത്തിട്ടുണ്ട് ഇനി. അപ്പോൾ നന്നായിട്ട് കിതക്കുന്നുണ്ട്. കുട്ടീനെ ഇപ്പോൾ കൈമാറി, ഭാര്യയ്ക്ക് കൈമാറി. ഇത് ആലോചിക്കുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് കഴിഞ്ഞ പ്രാവശ്യമാണ്. ഈ ഗർഭിണിയായിട്ടല്ലേ, എത്ര 7 മാസം ഉണ്ടോ? 7-8 ഈ സമയത്ത്, ആ 7-8 മാസം സമയത്ത് കയറിയ സ്ഥലമാണിത്. നല്ല കുന്നാണ്, ക്ഷീണിക്കും. ഓക്കെ, ഇനി നമുക്ക് അടുത്ത കാഴ്ചയിലേക്ക് പോവാം. അടിപൊളി കാഴ്ച കേട്ടോ. വിചാരിക്കണ പോലത്തെ ഒരു സംഭവമല്ല, അത് കളിയാട്ടക്കാവാണ്. സൂപ്പറാണ്. ഇപ്പോൾ ആവേശമൊക്കെ ഇച്ചിരി കുറഞ്ഞിട്ടുണ്ട് പറയണ. കയറ്റം കയറി വരുമ്പോഴേ കണ്ടില്ലേ, എല്ലാവരും ഇച്ചിരി നല്ലൊരു കയറ്റാണ്. അപ്പോൾ ഈ വലിയൊരു കുതിരനൊക്കെ പിടിച്ച് വരുന്നവർ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. വെള്ളം വൈബ് പിള്ളേരാണ്, വൈബ് ടീമാണ് മൊത്തം എല്ലാവരും. ഒരു തട്ടാണ്, അതായത് നമ്മളെ കളിയാട്ടക്കാവിൻ്റെ ഒരു തട്ടാണ്. അതുപോലെ അപ്പുറത്ത് വേറെ തട്ടുന്നുണ്ട്. ഇത് എന്താ പറയുക, ഇതിപ്പോൾ നമ്മൾ കൂട്ടുമുച്ചി അവിടെ നിന്ന് വരുന്ന റോഡാണ്. അതേപോലെ അവിടെ നിന്ന് ചെമ്മാട്, അവിടെ നിന്ന് മുട്ടിച്ചിറ, അവിടെ നിന്ന് ആലഞ്ചൂട്, ആ ഭാഗത്ത് നിന്ന് വരുന്ന വേറൊരു സ്ഥലത്തുണ്ട്. നീഷ അപ്പോൾ ഒരു തട്ടം മാത്രമേ കണ്ടുള്ളൂ. നമുക്ക് കണ്ട് ഒരുപാട് ടൈപ്പ് സംഭവം കേട്ടോ. ഒരേ മോഡൽ സംഭവങ്ങളല്ല, പല തരത്തിലുള്ള സംഭവം ഉണ്ട്. ഞാൻ പറഞ്ഞു വെച്ചിട്ട് ഇതിനെക്കുറിച്ച് പറയാൻ നമുക്ക് അറിയണമല്ലോ. അപ്പം ഒരു തറ്റം തൊട്ട് മറ്റേ തറ്റം വരെ കിലോമീറ്ററോളം കടന്നിറക്കുന്ന ഒരു വലിയൊരു ഉത്സവമാണ്. മലബാറിലെ അവസാനത്തെ ഉത്സവമാണ് കളിയാട്ടക്കാവ്. ഇതിൻ്റെ സൗണ്ടിൻ്റെ പവർ കൂടാണ് ഇങ്ങനെ തിയേറ്ററിൽ. അപ്പോൾ നമ്മൾ കാവിലേക്കാണ് പോണത്, കളിയാട്ടക്കാവിലേക്ക്. അപ്പോൾ അങ്ങോട്ട് പോവല്ലേ. ഇപ്പോൾ ഓരോ ദേശത്തു നിന്നാണ് വരവ് വരിക. അപ്പോൾ ഒരു ദേശം കയറുമ്പോൾ അതിൻ്റെ പുറകെ വേറെ ദേശം കയറി വരും. അപ്പോൾ ഒരുപാട് വരവുണ്ട് കേട്ടോ, ഒരുപാട് വരവുണ്ട്. ഒരു അതുപോലെ തന്നെ വോളണ്ടിയേഴ്സും എത്രയും പെട്ടെന്ന് ആ കയർ കെട്ടിയ ഭാഗത്ത് ഗണപതി ക്ഷേത്ര പരിസരത്ത് എത്തിച്ചേരണം. ഇവിടെ പ്രത്യേകിച്ച് ഓരോ ആൾക്കാരും ഓരോ മോഡൽ കളറും ഓരോ ഡ്രസ്സിങ് സ്റ്റൈലൊക്കെ അല്ലേ, അതാണ് ഇവിടുത്തെ പ്രത്യേകത. ഓരോ ദേശക്കാരും മത്സരമാണ്, വ്യത്യസ്തരാവാൻ വേണ്ടിയിട്ട് പലവിധ നല്ല രസമാണ്. നിങ്ങൾ ഫയർഫോഴ്സും ആംബുലൻസും ഒക്കെ ഉണ്ട് കേട്ടോ. ഭയങ്കര ഒരു ആംബുലൻസ് എന്തോ ആർക്കെങ്കിലും വയ്യാതാണെന്ന് തോന്നുന്നു, പെട്ടെന്ന് പോകുന്നുണ്ട്. നമ്മൾ കാവിൻ്റെ ഉള്ളത് ഇത് മലപ്പുറം മുനിയൂരിലാട്ടോ. മുനിയൂർ എന്ന സ്ഥലത്താണ് ഇത്. ആണ് കളിയാട്ടക്കാവ് ഇവിടെ സ്ഥിതി ചെയ്യണത്. അപ്പോൾ ഇതൊക്കെ കാവിൻ്റെ ഒരു അന്തരീക്ഷമാണ് കാണട്ടോ. കിണർ ഐസ്ക്രീമിൻ്റെ കോലും നിന്ന് ഇറങ്ങി. മതസൗഹാർദ്ദത്തിൻ്റെ മറ്റൊരു സ്ഥലമാണ് കളിയാട്ടക്കാവ് കേട്ടോ. അത് കാണാം. പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് നടക്കുന്നത് കോഴി വെട്ടുന്ന സ്ഥലമാണ്. കോഴി വെട്ടുന്ന സ്ഥലം കേട്ടോ, കോഴി വെട്ടുന്ന സ്ഥലമാണ്. നമുക്ക് അതിൻ്റെ ഉള്ളിലൊന്നും കാണിക്കാൻ പറ്റില്ല. കോഴീനെ ഓരോരുത്തരും കൊണ്ടുവരും. വലിയ വഴിപാടാണ് കോഴി വെട്ട്. അപ്പോൾ ആ കോഴിനെ കൊണ്ടുവരുന്നതാണ് കേട്ടോ.
ഇവിടെ ഒരു അമ്പലത്തിൻ്റെ വേറൊരു തൊഴുന്ന സ്ഥലമാണ്. കുറേ ആൾക്കാർ വന്ന് തൊഴുത് പോകുന്നുണ്ട്. ഇത് സർപ്പക്കാപ്പാട്ടോ, സർപ്പക്കാപ്പാണ്. നമുക്ക് കാണിക്കാൻ വേണ്ടി വന്നാണ്. നമുക്ക് അവിടെ നിന്ന് ആ ഭാഗത്തു നിന്നൊക്കെ വരവ് ഇങ്ങോട്ട് വന്നുകൊണ്ട് കേട്ടോ. വാവുത്സവം തൊട്ടിട്ട് നമ്മളെ കല്യാട്ടക്കാരൊക്കെ സ്ഥിരമായിട്ട് കാണുന്നതാണ് കൈനോട്ടക്കാർ. ഇതൊരു പാടത്തു നിന്നാണ് മൊത്തം മഴ വരുന്നത്. പാടത്തേക്ക് എത്താറുള്ള കുറച്ച് പണിയാണ്. വെള്ളമൊക്കെ ഉണ്ട്, മഴ ചെയ്തിട്ട് അവിടെ നിന്ന് ഇങ്ങനെ പേര് വരിക ചെയ്യാം. അവിടേക്ക് എത്താമ്പോൾ നോക്കുന്നുണ്ട്, നല്ല വ്യൂ ആണ്, പക്ഷേ കുറച്ച് പണിയാണ്. കച്ചവടങ്ങളുടെ വേറൊരു സ്ഥലമാണ്. വാവുത്സവം കഴിഞ്ഞാൽ അതുപോലെ തന്നെ കച്ചവടങ്ങളുടെ ഒരു മെയിൻ സ്ഥലം കേട്ടോ. നമ്മൾ കുറേ കച്ചവടം കാണിച്ചിട്ടില്ല, വേറെ ലെവലാണ്. ഈ പാടത്ത് എല്ലാവരും ഇറങ്ങണതാണ്, പക്ഷേ വെള്ളം ആയതുകൊണ്ടാണ് പാടത്ത് ഇറങ്ങുന്നത്. ഈ പാടം കണ്ടില്ല, ഈ പാടത്ത് എല്ലാവരും ഇറങ്ങും, നല്ല രസമാണ് കാണാൻ. പക്ഷേ ഇവിടെ മഴ പെയ്തിട്ട് വെള്ളം നിൽക്കുന്നുണ്ട്, ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഈ കേരള പാടത്തിന് പരപ്പിൻ്റെ ആക്കൂടെ ഇങ്ങനെ ആ തച്ചം വരെ ഇതുണ്ട്. ചില ആൾക്കാർ മാത്രമേ ഇറങ്ങുന്നുള്ളൂ വെള്ളം ഉള്ളതുകൊണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഈ കാണുന്ന ആൾക്കാരൊക്കെ ഇതിന് ഇറങ്ങുന്ന ടീമാണ്. ഇതായിട്ട് ഇറങ്ങാൻ കുറച്ച് പണിയാണ്. നമുക്ക് നോക്കാം.
കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ്. അടുത്ത പ്രാവശ്യം നിങ്ങളെല്ലാവരും വന്ന് ഈ ഉത്സവം കാണണം. വിപിൻ വിഷ്ണുനാഥൻ, ഗുഡ് ബൈ.